അത് അമേരിക്കയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം അമേരിക്കയിലെ മംദാനി ഏത് തരത്തിലാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു തരംഗം ഉണ്ടാക്കിയെന്ന്. അത്തരത്തിൽ മറ്റൊരു വാർത്ത കൂടിയിട്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരികയാണ്. അവിടെ രണ്ടാം മംദാനി എന്ന് വിളിപ്പേരുള്ള ഡോക്ടർ അബ്ദുൾ സയ്യിദ് മിഷിഗണിൽ നിന്ന് US സെനറ്റിലേക്കുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിനായുള്ള പ്രൈമറിയിൽ വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയം ആഘോഷിക്കപ്പെടുന്നത് ഇസ്രായേൽ വലിയ രീതിയിൽ ഫണ്ട് ചെയ്യുന്ന അവിടുത്തെ ഹേലി സ്റ്റീവൻസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വിജയിച്ചേറിയെന്നാണ്. അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ കൂടിയിട്ടാണ് നമ്മുടെ ഈ നിലവിലുള്ള ഈ അബ്ദുൾ സയ്യിദ്. അദ്ദേഹം ഇത്തരത്തിലെ പ്രൈമറിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തിയിരുന്ന കോർപ്പറേറ്റുകളിൽ നിന്നല്ല, അവിടുത്തെ സാധാരണക്കാരിൽ നിന്നും യുവാക്കളിൽ നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു. കൂടാതെ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. നമുക്കറിയാം അമേരിക്കയിലെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് മാറുന്നതെന്ന്. മംദാനി ഉയർത്തുന്ന വിമർശനങ്ങൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ നെതന്യാഹുവിനെതിരെയും ട്രംപിനെതിരെയും അദ്ദേഹം ഉയർത്തുന്ന വിമർശനങ്ങളുണ്ട്. അതേ സമയത്ത് കൂടിയിട്ട് ഒരു രണ്ടാം മംദാനിയുടെ പിറവിക്ക് അമേരിക്ക വഴിയൊരുക്കുകയാണ്. ഇതിലേക്കാണ് പ്രമോദ് സാർ ഇപ്പോൾ നടന്ന ഇന്നത്തെ ഈ പ്രൈമറിയിലെ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് വീണ്ടും മംദാനിക്ക് കിട്ടിയൊരു സ്വീകാര്യത രണ്ടാം മംദാനി എന്ന് വിളിക്കുന്ന ആൾക്ക് കൂടിയിട്ടുള്ള ഒരു പിന്തുണയായിട്ട് കാണാൻ പറ്റും. അല്ല, അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മംദാനി ലൈക്ക് കാൻഡിഡേറ്റ് എന്നാണ് പറയുന്നത് ഈ മാധ്യമങ്ങളൊക്കെ. പക്ഷേ നമ്മൾ കാണേണ്ടത് മംദാനി ഒരു സംഭവമാണ്. അത് ഒരു വഴിക്ക് അത് നടന്നു കഴിഞ്ഞു. മറ്റൊരു വഴിക്ക് ഈ മംദാനി എന്ന് പറയുന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സ്വാധീനം എന്നുള്ള നിലയ്ക്കല്ല മറ്റ് അതുപോലെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് ഉയർന്നു വരുന്നത്. അതങ്ങനെയല്ല കണ്ടത്. അതായത് അത് അമേരിക്കൻ സമൂഹത്തിൽ ഉരുത്തിരിയുന്ന പുതിയ ഒരു പോളറൈസേഷൻ്റെയോ പൊളിറ്റിക്കൽ പോളറൈസേഷൻ്റെയോ ഒക്കെ ഒരു ഭാഗമായിട്ട് കാണും, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഭരണകൂടത്തോട് ആളുകൾക്കുള്ള ഒരു വിമർശനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ചില ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ അബ്ദുൾ എൽ സയ്യിദ് വിജയിച്ചു വന്നത് എന്ന് പറയുന്നത് വളരെ സാധാരണ നിലയ്ക്കുള്ള ഒരു മത്സരത്തിലല്ല. അദ്ദേഹം മത്സരിച്ചതോട് ഇപ്പോൾ ഇവിടെ സികേഷ് പറഞ്ഞതുപോലെ മത്സരിച്ചത് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റിനോടാണ്. എന്ന് വെച്ചാൽ അവർ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ കാൻഡിഡേറ്റാണ്. ആ കാൻഡിഡേറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന ഹെലി സ്റ്റീവൻസ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ കാലാകാലങ്ങളായി ഇതുവരെയും ഈ ഇസ്രായേൽ പക്ഷപാതിത്വത്തെ സമ്പൂർണ്ണമായി പിന്തുണച്ചവരാണ്. ഡെമോക്രാറ്റിക് പാർട്ടി ആ നിലപാടുള്ളവരാണല്ലോ, നമുക്കറിയാം. റിപ്പബ്ലിക്കൻ പാർട്ടിയെ പോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ആ നിലപാട് തന്നെയാണ്, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. അതിൻ്റെ ഒരു കാലാകാലമായിട്ടുള്ള ഒരു ഫോളോവറാണ് ഇവർ. അതിനകത്ത് അവർക്ക് യാതൊരു സംശയങ്ങളും ഇല്ല. അവർ നിലവിൽ തന്നെ അവർ കോൺഗ്രസ് അംഗമാണ്. അതിൽ നിന്നാണ് അവർ സെനറ്റിലേക്ക് മാറാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ എല്ലാ ക്യാമ്പയിനും എന്ന് പറയുന്നത് ഈ ക്യാമ്പയിനിൽ മുഴുവൻ നമ്മൾ കാണേണ്ടത് ഈ ഐപാക് എന്ന് പറയുന്ന അവിടുത്തെ അമേരിക്കൻ ഇസ്രായേലി പബ്ലിക് അക്കൗണ്ടിങ് കമ്മിറ്റി എന്ന് പറയുന്ന ആ കമ്മിറ്റിയുടെ സംഭാവനകളാണ് അവരുടെ ക്യാമ്പയിന് മുഴുവനായിട്ട് നിശ്ചയിച്ച് $30 മില്യൺ മേലെ അല്ലേ ചെലവഴിച്ചു അവർക്ക് വേണ്ടി എന്ന് മാത്രമാണ്, ആ കാൻഡിഡേറ്റിന് വേണ്ടി മാത്രം ഐപാക് വഴി വന്നത്. ഇതുകൂടാതെ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പരോക്ഷമായ അറിഞ്ഞതും അറിയാത്തതുമായ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ധാരാളം സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്, സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവഴി ഉണ്ടാക്കുന്ന പരസ്യങ്ങളിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു വാചകമോ ഒരു വരിയോ ഇല്ല എന്നാണ്. അതെന്തുകൊണ്ടാണ്? അവർ ഇസ്രായേൽ പക്ഷപാതിയാണ്. അവർക്ക് അവരുടെ നിലപാടതാണ്. സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലാണ്. ഈ ക്യാമ്പയിൻ്റെ ഈ പറയുന്ന തുകയും എല്ലാം തന്നെ കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്നാണ്. ഈ ഐപാക്കാണ് അതിൻ്റെ പ്രധാന കോൺട്രിബ്യൂട്ടർ. എന്നിട്ടും ഇസ്രായേലിനെ കുറിച്ചൊരു വാചകമില്ല എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ അനുകൂല നിലപാടിന് അത്ര കണ്ട് ജനങ്ങളിൽ നിന്നുള്ള വിമർശനമുണ്ടിപ്പോൾ. ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അത് ഈ പാർട്ടികളുടെ നിലപാട് എന്ത് തന്നെയായാലും ജനങ്ങൾക്ക് കടുത്ത ഈ നിലപാടിനോട് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകളോട് കടുത്ത എതിർപ്പുണ്ട്. യുദ്ധത്തോട് എതിർപ്പുണ്ട്. അവിടെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നതിനോട് എതിർപ്പുണ്ട്. അവിടെ ഇസ്രായേൽ കൈക്കൊള്ളുന്ന ഈ വംശഹത്യാ നിലപാടുകളോട് എതിർപ്പുണ്ട്. ഇതെല്ലാം വളർന്നു വന്നിട്ടുണ്ട് അമേരിക്കയിൽ. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഈ മിഷിഗൻ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. മിഷിഗൻ സ്റ്റേറ്റിൽ നിന്നുള്ള സെനറ്റ് അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നതാണ്. മിഷിഗൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിൽ
കാര്യത്തിലും, അതായത് ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കുകൾക്കും ഒരുപോലെ ശക്തിയുള്ളൊരു സ്ഥലമാണ്. മിക്കവാറും ഒക്കെ എന്താ പറയുക, ഒരു സ്വിംഗ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാവുന്ന, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ്. അപ്പോൾ അവിടെ ഈ നല്ല തോതിൽ ഒരു ഇസ്രായേൽ വിരുദ്ധ വികാരം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പരസ്യങ്ങളിൽ ഒന്നും തന്നെ അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അത് വളരെ ശക്തമായി പ്രകടമായി എന്നുള്ളതാണ് എൽ സയ്യിദിൻ്റെ ഈ വിജയത്തിൻ്റെ കാരണം. അല്ലെങ്കിൽ ഒരു അദ്ദേഹം വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ ആൻറ്റി ഇസ്രായേൽ നിലപാടുകൾ പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച തുക അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ചെലവാക്കിയില്ല എന്ന വളരെ നിർണായകമായ ചോദ്യം അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലുടനീളം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൽ സയ്യിദിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് നല്ല തോതിൽ ഒരു ചേഞ്ചിൻ്റെ സൂചനയാണ് അമേരിക്കൻ സമൂഹത്തിൽ നിന്നാണ് ഞാൻ പറയുക. അത് മംദാനി ന്യൂയോർക്ക് ഗവർണറായിട്ട് ഇപ്പോൾ വന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മിഷിഗനിലെയും ഈ സംഗതി മിഡ് വെസ്റ്റേൺ ഒരു സ്റ്റേറ്റിൽ കൂടി സംഗതി കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അത് വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ജയിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൈക്ക് റോഗേഴ്സ് എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനാണ്. അവരാണെങ്കിൽ അവരും കോൺഗ്രസ് മാനാണ് അയാൾ നേരിടുന്നതിലൂടെ ജയിക്കുകയാണെങ്കിൽ, അവിടെ നിന്ന് സെനറ്റ് അംഗത്വം എൽ സയ്യിദിന് ലഭിക്കുകയാണെങ്കിൽ അത് ചരിത്രവും കൂടിയാണ്. ആദ്യമായിട്ടായിരിക്കും സെനറ്റിലേക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വിജയിച്ചു വരുന്നു എന്നുള്ളത്. അത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരുപാട് വൈവിധ്യം നിറഞ്ഞ അമേരിക്കൻ സമൂഹത്തിലെ ഈ പറഞ്ഞ പാരലായിട്ടുള്ള ചിന്താഗതികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വലിയ ബൂസ്റ്റായിരിക്കും. അത് നമ്മളിപ്പോൾ കാണുന്ന ഈ പോസ്റ്റ് ട്രംപ് കാലഘട്ടത്തിൽ ഉടനീളം നമ്മൾ കണ്ട പുതിയ തരത്തിലുള്ള ഈ എന്താ പറയുക സപ്രസീവായിട്ടുള്ള ഒരു ഭരണകൂട സമീപനത്തെ, അല്ലെങ്കിൽ പ്രോ ഇസ്രായേലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക കൊതിയന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമെന്നൊക്കെ വിളിക്കാവുന്ന ഈ ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തെ കാര്യമായ തോതിൽ തന്നെ സ്വാധീനിക്കുന്ന ഒന്ന്, അവരുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നതും അതിൽ ഒരു പ്രതിരോധം ഉയർത്താൻ കഴിയുന്നതായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് പറയാം. നിഷാദ്, അബ്ദുള്ള അൽ സയ്യിദ് ഇസ്രായേൽ വിരുദ്ധത മാത്രമല്ല, ഇസ്രായേലിനെ കടുത്ത രീതിയിൽ വിമർശിക്കുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാരല്ല സാധാരണക്കാരെ കൈയടി വാങ്ങിക്കൂട്ടുന്ന അദ്ദേഹം ചികിത്സാ ചെലവുകൾക്കെതിരെ, അതിൽ വർദ്ധിക്കുന്ന ക്രമക്കേടുകൾക്കെതിരെ, അല്ലെ ഈ മരുന്ന് കമ്പനികളുടെ കൊള്ളയടികൾക്കെതിരെ പറയുന്ന ഒരു ഡോക്ടറാണെന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ പ്രൈമറിയിലെ വിജയത്തിൽ മാത്രം ഒതുങ്ങും. പക്ഷെ അങ്ങനെ ഒതുങ്ങിയാലും അബ്ദുള്ള അൽ സയ്യിദ് ഉയർത്തുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. അമേരിക്കൻ ജനത അത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൂടിയിട്ടില്ലേ ഇപ്പോൾ പ്രൈമറിയിലെ വിജയം? നമ്മളെയും അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി എന്നൊക്കെ പറയുമ്പോഴും അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളും അവർ വരുത്തുന്ന രാഷ്ട്രീയവും അത് രണ്ടും സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണെന്ന് ഓരോ സന്ദർഭവും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ഇടയ്ക്കിടയ്ക്കെല്ലാം അവിടെ നിന്ന് വരുന്ന ഗാലപ്പോളുകൾ, പ്യൂ റിസർച്ചിൻ്റെ ഒക്കെ പഠന റിപ്പോർട്ടുകൾ, ഇപ്പോൾ അവിടുത്തെ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു സർവേ റിപ്പോർട്ടിൽ പറഞ്ഞു, ഞങ്ങൾ ഡെമോക്രാറ്റുകളുമല്ല, ഞങ്ങൾ റിപ്പബ്ലിക്കൻസും അല്ല, ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റുകളാണ്, ഞങ്ങൾക്ക് ഇതിനോടൊന്നും രണ്ട് പാർട്ടികളുടെയും നയപരിപാടികളോട് വിയോജിപ്പുണ്ടെന്ന് പറയുന്ന, മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വലിയൊരു പോപ്പുലേഷൻ അവിടെ ഉണ്ട്. മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നം എന്ന് പറയുമ്പോൾ നേരത്തെ സുകേഷ് പറഞ്ഞ പോലെ എല്ലാവർക്കും ന്യായമായ വാടകയ്ക്ക് വീട് കിട്ടണമെന്ന് പറയുന്ന, ഇപ്പോൾ ഇദ്ദേഹം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമുണ്ട്, കൊള്ളാവുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുരക്ഷിതമായി കഴിയാൻ പറ്റണം. ആ ജോലിക്ക് പുറമേ പിന്നെയും വരുമാന സ്രോതസ്സുകൾ തേടി അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അയാളുടെ കുടുംബത്തിന് ഭദ്രത ഉറപ്പാക്കാൻ കഴിയുന്ന തൊഴിലന്തരീക്ഷം ഉണ്ടാവണം. തൊഴിലാളി യൂണിയനുകൾക്ക് അവകാശം ഉണ്ടാവണം. AI വരുന്നതിന് നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ AI വരുന്നതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടാൽ AIക്ക് ഓട്ടോമേഷൻ ലെവി എന്ന് പറയുന്ന സംഗതി ഏർപ്പാടാക്കണം. അങ്ങനെ മനുഷ്യർ ദിനേന എന്നോണം നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തു. ഏതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം? മംദാനി വിജയിക്കുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനകത്ത് വലിയ അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു. അതൊക്കെയും പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകളെ, ഇനിയിപ്പോൾ വളരെ വിസിബിളായിട്ട് രാഷ്ട്രീയത്തെ ഇടപെടാത്ത മനുഷ്യരെ പോലും സ്വാധീനിച്ചത്, എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവണം, എല്ലാവർക്കും ന്യായമായ ജീവിത സൗകര്യം ഉണ്ടാവണം, കുട്ടികളെ നോക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് പൊതുവിടങ്ങൾ ഉണ്ടാവണം, പുതിയ പാർപ്പിട സമുച്ചയങ്ങൾ ഉണ്ടാവണം, ഇതൊക്കെ ന്യായമായ വിലയിൽ ആളുകൾക്ക് സാധനം കിട്ടണം, തൊഴിൽ സുരക്ഷ ഉണ്ടാവണം. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം അമേരിക്കൻ ഭരണകൂടം ഇഷ്ടംപോലെ പൈസ എടുത്ത് ചിലവാക്കുന്നു, കോടാനുകോടി ഡോളറുകൾ കൊണ്ട് ബോംബുണ്ടാക്കി നാട്ടുകാരുടെ എല്ലാം തലയെ കൊണ്ടുവിടുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അങ്ങനെയല്ല. സാമ്പത്തിക പ്രതിസന്ധിയും വലിയ കടബാധ്യതയുള്ള ഒരു രാജ്യവും കൂടിയാണ് അമേരിക്ക. അപ്പോൾ ആ പ്രശ്നം ആളുകളെയും ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അവിടെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. നമ്മൾ AI കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അതിന് നമുക്കെന്ത് പരിഹാര മാർഗം വേണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിൽ, നമ്മുടെ ദൈനംദിന
എന്താണ് സേവന വേതന വ്യവസ്ഥകളിലൊക്കെ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐസ് എന്ന് പറയുന്ന ഏർപ്പാട് വേണ്ട, അത് കുടിയേറ്റ വിരുദ്ധത എന്ന് പറയുന്ന പരിപാടിയോട് വിയോജിച്ച് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയാണ്. ഈജിപ്ഷ്യൻ കുടിയേറ്റക്കാരൻ്റെ മകനാണ്. യെസ് ആണ്. അപ്പോൾ അത് മമതാനയുടെ കാര്യത്തിലല്ലോ അങ്ങനെ. അതുപോലെ തന്നെ ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ്, നമുക്കതിനകത്ത് റോൾ എടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ നികുതി പണം കൊണ്ടുപോയി അനാവശ്യ യുദ്ധങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടതില്ല. ഇതിനെ വാല്യൂ ചെയ്യുന്ന വലിയൊരു കൂട്ടം അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്കിടയിൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ പറയില്ല. ഇപ്പം മംദാനി വിജയിക്കുന്നത് എങ്ങനെയാണ്? മംദാനിയെ തോൽപ്പിക്കാനുള്ള ഇസ്രായേലി ലോബിയുടെ എല്ലാ പരിശ്രമങ്ങളെയും മറികടന്നുകൊണ്ടാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വിജയവും ഐപാക്കിൻ്റെ വലിയ പ്രയത്നങ്ങളെയും ലക്ഷക്കണക്കിന് രൂപയുടെ ഏർപ്പാടുകളെയും മറികടന്നുകൊണ്ടാണ്. അപ്പോൾ ജനം കാണുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ വരുന്ന മറുപടിയാണ് ഇത്രയും. അതായത് ഇപ്പം ഇദ്ദേഹം കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് കടുത്ത എതിർപ്പുള്ള ആളാണ്. എല്ലായിടത്തും കോർപ്പറേറ്റുകളുടെ വൻ പണം കൊണ്ടൊഴുക്കുന്ന ഏർപ്പാടിനോട് വിയോജിപ്പാണ്. മംദാനി ആയാലും ഇദ്ദേഹവുമായിട്ടും ആണെങ്കിൽ എല്ലാം ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ആളുകളാണ്. നമ്മൾ ചെറിയ പൈസ നിങ്ങളിൽ നിന്നൊക്കെ സമാഹരിച്ച് നമ്മളൊരു ബദൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ അതിനോട്ട് അസോസിയേറ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ കൂടാനും ആളുകൾക്ക് താല്പര്യമുണ്ട്. കാരണം ആളുകൾ ജീവിക്കുന്നതിന് ലിമിറ്റഡ് സ്പേസിൽ, ലിമിറ്റഡ് റിസോഴ്സസിലും, ലിമിറ്റഡ് പൈസയിലുമാണ്. അപ്പോൾ കോടികൾ കൊണ്ട് ഇറക്കി കളിക്കുന്ന ആൾക്കാരോട് നമുക്കൊരു വിപ്രതിപത്തി തോന്നില്ലേ? മറിച്ച് അങ്ങനെയല്ല, നമ്മളെല്ലാവരും കൂടി ഒരു രാഷ്ട്രീയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പറയുന്ന സംഗതിയോട് കാണുന്ന സ്വാഭാവികമായ അടുപ്പം ഈ രണ്ടുപേരും ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ പൊളിറ്റിക്കലി വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണിപ്പം അത് ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ നികുതിപ്പണം കൊണ്ട് നമ്മൾ കളയുന്നു എന്നുള്ള കേവലമായ പൈസയുടെ പ്രശ്നം മാത്രമല്ല, നമ്മൾ ലോകത്തോട് അന്യായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞ ഒരു ഗിൽട്ട് ഫീൽ ആർക്കുണ്ട്? അമേരിക്കക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കൻ ഒരു 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 വ്യോമസേന ഓഫീസർ 25 വയസ്സുകാരനായ ബുഷ്നൽ, അദ്ദേഹം തീ കൊളുത്തി മരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അത് ഈ വംശഹത്യയിൽ എനിക്ക് പങ്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. സോ അത് നമ്മൾ കാണേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു അന്യായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നമുക്ക് തന്നെയും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പരിതസ്ഥിതികൾ നമുക്ക് നൽകാതെ നമ്മളെ വേറെന്തൊക്കെയോ തരത്തിലുള്ള ഇമോഷണൽ കുരുക്കിലും രാഷ്ട്രീയ ഒച്ചപ്പാടുകൾക്കകത്തും കുടുക്കി നമ്മുടെ പൈസ കൊണ്ട് മറ്റാൾക്കാരെ ദ്രോഹിക്കാൻ ചിലവാക്കുന്നു ഭരണകൂടങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി. ഇത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണ് മനുഷ്യർ കൂടുതലായി. പുതിയ തലമുറ കൂടുതൽ മനസ്സിലാക്കുകയാണ്. അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും എല്ലായിടത്തായാലും. അപ്പോൾ ഒരു കാലുഷ്യങ്ങളുടെയും അക്രമങ്ങളുടെയും അന്യായങ്ങളുടെയും കാലത്ത് നിന്ന് ഒരു പുതിയ തലമുറ വേറൊരു വഴി എടുക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അയാളൊരു മുസ്ലിമാണ്, മംദാനി ജയിച്ചാൽ ഇവിടെ മുസ്ലിം കുഴപ്പമുണ്ടാക്കുമെന്ന് ഇവിടെ പ്രസംഗിച്ച പോലെ തന്നെ അവിടെയും ട്രംപ് പറയാൻ ശ്രമിച്ചു. പക്ഷേ ജനം അതിനെ തൂക്കി എറിയുന്നതാണ് കണ്ടത്. എന്നുവെച്ചാൽ ജൂയിഷ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോലും മംദാനിക്ക് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഞാൻ പറയുന്നത് ലോകത്തുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ വളരെ ആശാവഹമായിട്ടുള്ള ഒരു സിമ്പലാണ് അൽ സയ്യിദിൻ്റെ വിജയവും. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതിപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉറപ്പിക്കലാണ്. ഇനി മത്സരിച്ച് ജയിക്കണം, അതത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ജയിച്ചാൽ അതൊരു വിപ്ലവമാണ് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ മിഷിഗണിൽ ജയിക്കുന്ന ആദ്യത്തെ മുസ്ലിം കാൻഡിഡേറ്റ് എന്ന നിലവരും എന്ന് മാത്രമല്ല, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് അത്രയും മിതവാദികളായിട്ടുള്ള മനുഷ്യരുള്ള ഒരു നാട്ടിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയെന്നുള്ള സംഗതി വരും. ആത്യന്തികമായി ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്തു നിന്നാണ് നമ്മൾ ഈ രണ്ട് വിജയങ്ങൾ കാണുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടി ഇനി അടുത്ത തവണ ഒരുപക്ഷെ പ്രസിഡന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വിദേശ നയങ്ങളെ അടക്കം സ്വാധീനിക്കാൻ ശേഷിയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണിത്. കാരണം നമ്മൾ എങ്ങനെ മൂവ് ചെയ്യണം, നമ്മൾ എന്ത് പൊസിഷൻ എടുക്കുമ്പോഴാണ് ജനം നമ്മളെ സ്വീകരിക്കുന്നത്, എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും സ്വീകരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ പാർട്ടികളെ തന്നെ അവരുടെ നയം റീഡിസൈൻ ചെയ്യാൻ നിർബന്ധിതമാക്കുന്ന തരത്തിൽ വികസിക്കാൻ ശേഷിയുള്ള തുടക്കമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. യെസ്, നവംബറിലാണ് US സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. മിഷിഗണിൽ നിന്ന് അബ്ദുൽ അൽ സയ്യിദ് വിജയിച്ചാലും ഇല്ലെങ്കിലും മംദാനിയെ പോലെ ഈ പ്രതീക്ഷയുടെ രാഷ്ട്രീയം പങ്കുവെക്കുന്നത് തുടരട്ടെ.